പക്ഷേ അങ്ങയുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കാതെ തരമില്ല. ഓരോ വരിയായിട്ട് നമുക്ക് കേൾക്കാം. അല്ല, അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണല്ലോ. എന്താണ് ഏത് രീതിയിൽ അന്വേഷിക്കും? ഞങ്ങൾ അതിനൊന്നിനെയും ഞങ്ങൾ എതിർക്കില്ല. ഞങ്ങളെടുത്തൊരു നിലപാടുണ്ട്. നിങ്ങളിത് ഞാൻ പറഞ്ഞല്ലോ, അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന നിലപാടാണ്. ഇല്ല സാർ, കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലും അത് അടയാളപ്പെടുത്തില്ല. തെളിവില്ലാതെ, പരാതി പോലും ഇല്ലാതെ ഒരാൾക്കെതിരെ നടപടി എടുത്തിട്ട് അത് ഏത് രാഷ്ട്രീയ ചരിത്രത്തിലാണ് രേഖപ്പെടുത്താൻ പോകുന്നത്? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. 10 പരാതിയിൽ 5 പരാതി റിനിക്കെതിരെയാണ്, 5 പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അതെല്ലാം തേർഡ് പാർട്ടി പരാതിയാണ്, മൂന്നാം കക്ഷി പരാതിയാണ്. നേരിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു പെൺകുട്ടി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിട്ടില്ല. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? ഞങ്ങൾ ആർക്കും അറിയാത്ത ഏതെങ്കിലും തെളിവ് അങ്ങയുടെ ഉണ്ടോ? ഈ പരാതി നൽകി 1-2 ദിവസത്തിനുള്ളിൽ ഈ തെളിവുകൾ അങ്ങേക്ക് കിട്ടിക്കഴിഞ്ഞോ? എന്താണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ നിലപാടെടുത്തിരിക്കുന്നത്. ഏത് ബോധ്യമാണ് സാർ? ഏത് ബോധ്യത്തിന്റെ ഇതിൽ നിന്നാണ് അങ്ങ് നിലപാടെടുത്തത്? അങ്ങയുടെ ആദരവോടെയാണ് ചോദിക്കുന്നത്. ഇനി ഞങ്ങളൊന്നും അറിയാതെ വേറെ ഏതെങ്കിലും വലിയ ചില തെളിവുകൾ അങ്ങയുടെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ഏത് തെളിവിന്റെ കാര്യത്തിലാണ്? അവന്തികയുടെ കാര്യത്തിലാണോ? അവന്തികയുടെ കാര്യത്തിൽ പച്ചക്കള്ളം അവന്തിക പറഞ്ഞതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അവന്തിക പലരെയും കൊടുക്കാൻ ശ്രമിച്ചു, തെളിഞ്ഞു കഴിഞ്ഞു. റിനിയുടെ കാര്യത്തിൽ റിനിക്ക് എന്ത് മെസ്സേജാണ് അയച്ചത്? റിനിക്ക് ഏത് രീതിയിലാണ് ഇത് വന്നത്? എത്രയോ വർഷം മുമ്പാണ്. ഒരു സ്ക്രീൻഷോട്ടോ ചാറ്റോ എന്തെങ്കിലും ഉണ്ടോ? ആദ്യം ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞു, പിന്നീട് 2 പെൺകുട്ടികൾ പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞു. എവിടെ അതൊക്കെ? അവരെന്താ പരാതി കൊടുക്കാത്തത്? ഇതൊന്നും അന്വേഷിച്ച് കണ്ടെത്തുക തുടങ്ങിയ ചടങ്ങുകളും നടപടികളൊന്നും ഇല്ലേ? ഏത് രീതിയിലാണ് പിന്നെ അങ്ങയുടെ തെളിവുകളുണ്ട്, അങ്ങേക്ക് ബോധ്യമുണ്ട് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഏത് രീതിയിലാണ് അങ്ങക്കത് ആ ബോധ്യം ഉണ്ടാവുന്നത്? ഞങ്ങൾക്ക് വേണമെങ്കിൽ CPM പോലെ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞു, എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞ് FIR ഇല്ല, കംപ്ലൈന്റ് ഇല്ല, അങ്ങനെ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞ് FIR ഇല്ല, കംപ്ലൈന്റ് ഇല്ല, അങ്ങനെയില്ല, ഇങ്ങനെയില്ല, എന്തൊക്കെ. അത് CPMന്റെ കാരണങ്ങളല്ല സാർ. CPMന്റെ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുകേഷിനെതിരെ വ്യാജ പരാതി വന്നപ്പോൾ ഡിഫെൻഡ് ചെയ്തു. അതാണ് ഒരു നേതാവ്. തെളിവ് വേണ്ടേ? VD സതീശൻജിയും ശ്രീ പിണറായി വിജയൻജിയും അല്ലല്ലോ ഈ നാട്ടില് എന്താണ്, ആരാണ് കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരനല്ല തീരുമാനിക്കുന്നത്? കോടതികളല്ലേ. നമ്മൾ ആ സംവിധാനത്തിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ. താങ്കളോ ഞാനോ നമ്മൾ ആരും അല്ലല്ലോ. കോടതിയല്ലേ യഥാർത്ഥത്തിൽ ഒരാൾ തെറ്റുകാരനോ അല്ലയോ എന്ന് പറയേണ്ടത്. ഇവിടെ പരാതി പോലും ഇല്ലാതെ ഒരാളെ പുറത്താക്കുകയാണ്. CPM നേതാക്കൾ ഓരോ ഇതിലും പെടുന്നു. അതൊന്നും ഞങ്ങൾ ചെയ്തില്ല. CPMനെതിരെ സ്കോർ ചെയ്യാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തലിനെ ബലി കൊടുക്കുകയാണോ? CPMനെ പുതിയൊരു രീതിയിലേക്ക് കുടുക്കിയിടാൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ ബലി കൊടുക്കുകയാണോ അങ്ങ് ചെയ്യുന്നത്? ഞങ്ങൾ കൂടിയാലോചിച്ച്, ഞങ്ങളുടെ നേതാക്കന്മാർ കൂടിയാലോചിച്ച് ഞങ്ങൾ യുനാനിമസ് ആയിട്ട് ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ആ തീരുമാനം ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നും, ഞങ്ങളുടെ ബോധ്യമല്ല സാർ, തെളിവാണ് പ്രധാനം. ബോധ്യമല്ല, അങ്ങയുടെ വ്യക്തിപരമായ ബോധ്യമല്ല, കോടതിയിലുള്ള തെളിവുകളാണ്, അല്ലെങ്കിൽ കോടതിയിൽ വരേണ്ട തെളിവുകളാണ് പ്രധാനം. അറിവുകളിൽ നിന്നും ഞങ്ങളെടുത്ത തീരുമാനമാണ് അത്. ഏതറിവാണ്? ഇനി ഞങ്ങൾ ആരും അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത്രയും എല്ലാ മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചവിട്ടി അരയ്ക്കാനും വേട്ടയാടാനും നിൽക്കുമ്പോൾ അവർക്കൊന്നും കിട്ടാത്ത അറിവുകളും ബോധ്യങ്ങളും ഉണ്ടോ? അറിയില്ല. അല്ല സാർ, അത് സ്ത്രീകളോടുള്ള ബഹുമാനത്തിന്റെ അടിസ്ഥാനമല്ല. അത് കൂടെ നിൽക്കുന്നവനെതിരെ വ്യാജ പരാതി വന്നാൽ, പരാതി പോലും വരാതെ വ്യാജ ആരോപണം വന്നാൽ അന്വേഷണം പോലും വേണ്ട എന്ന് പറഞ്ഞ് അവനെ ചവിട്ടി താഴ്ത്തുന്നവന്റെ ലോജിക്കാണ്. അങ്ങനെ അല്ല വേണ്ടത്. തെളിവുകളാണ് പ്രധാനം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുണ്ടോ? ആ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയണം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുണ്ടോ?